PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും വേണ്ടി കോർപ്പറേഷനിൽ നിന്നും മൂന്നാമത്തെ മൊഡ്യൂളിലെ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഈ ടോപ്പിക്കുകളിലെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മെയിൻറ്റെയിൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് മെയിൻറ്റെയിൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം. ഉത്തരം ലോൺ റിക്കവറി. CSEB എക്സാമുകൾക്ക് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലോൺ റിക്കവറിയിൽ നിന്നാണ് അല്ലെങ്കിൽ ലോൺ കളക്ഷനിൽ നിന്നാണ്. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ അപ്പെക്സ് ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് KS കാർഡ് ബാങ്ക്. പ്രൈമറി ലെവലിൽ വരുന്നത് പ്രൈമറി കാർഡ് ബാങ്ക്. KS കാർഡ് ബാങ്ക് നിലവിൽ വന്നത് 1956 ഒക്ടോബർ 4 ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1984. 1984 KS കാർഡ് ബാങ്ക് ആക്ട് വരുന്നത്. 52 സെക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ആക്ടിന്. 1984 വന്ന KS കാർഡ് ബാങ്ക് ആക്ട് അനുസരിച്ചാണ് KS കാർഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. KS കാർഡ് ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. ഈ ഒരു ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 6A. സെക്ഷൻ 2 സബ്സെക്ഷൻ 6 സ്റ്റേറ്റ് ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 6A സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ KS കാർഡ് ബാങ്ക് ഈസ്. ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ KS കാർഡ് ബാങ്ക് ഈസ്. ഉത്തരം രജിസ്ട്രാർ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റി ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ്. ഗ്യാരണ്ടർ ഗവൺമെൻറ് ആണ്. ഈ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപേ നബാർഡിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ ബാങ്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റിയാണ് രജിസ്ട്രാർ. ഗ്യാരണ്ടർ ഗവൺമെൻറ് ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് നബാർഡിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ. സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ. ഉത്തരം നബാർഡ്. 3 തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓർഡിനറി ഡിബഞ്ചേഴ്സ്, സ്പെഷ്യൽ ഡിബഞ്ചേഴ്സ് ആൻഡ് റൂറൽ ഡിബഞ്ചേഴ്സ്. ഇതിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് ഡിബഞ്ചേഴ്സ് ഫുള്ളി പർച്ചേസ് ചെയ്യുന്നത് നബാർഡാണ്. റൂറൽ ഡിബഞ്ചേഴ്സിന് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ജനറൽ പബ്ലിക്കിനും LICക്കും ഒക്കെ പബ്ലിക് സെക്ടർ ബാങ്കിനും ഒക്കെ അവൈലബിൾ ആകുന്ന ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഓർഡിനറി ഡിബഞ്ചേഴ്സ് ആണ്. ദ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KS കാർഡ് ബാങ്ക് ഈസ് ഇൻ. ദ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് KS കാർഡ് ബാങ്ക് ഈസ് ഇൻ എറണാകുളം. KS കാർഡ് ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം ജംഗ് ഇൻ പഞ്ചാബ്. 1920 പഞ്ചാബിലെ ജംഗിൽ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് വന്നത്. ഇതും CSEB ഒക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് ബംഗാളിലെ ന്യൂഗോണിലാണ് വന്നത്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പഴയ പേരാണ് ലാൻഡ് മോർഗേജ് ബാങ്ക്. KS കാർഡ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 21 ഉത്തരം. KS കാർഡ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 21. അടുത്തത്, ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി കാർഡ് ബാങ്ക്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഉത്തരം 1 താലൂക്ക്. ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ബേസ് ലെവലിൽ വരുന്നതാണ് പ്രൈമറി കാർഡ് ബാങ്ക്. പ്രൈമറി കാർഡ് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഒരു താലൂക്കിലാണ്. അടുത്ത ചോദ്യം, DV ഫയൽ റിലേറ്റ്സ് ടു
DV file or discharge voucher file relates to ഉത്തരം പ്രൈമറി കാർഡ് ബാങ്ക്. പ്രൈമറി കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട ടേമാണ് DV ഫയൽ. DV ഫയൽ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് വൗച്ചറാണ്. ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് വാല്യുവേഷൻ ഓഫീസറാണ്. വാല്യുവേഷൻ ഓഫീസർ ആരായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരിക്കണം. DV ഫയലിൻ്റെ കസ്റ്റോഡിയനാണ് വാല്യുവേഷൻ ഓഫീസർ. വാല്യുവേഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരിക്കണം. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അഗ്രികൾച്ചർ ഓഫീസറാണ്. DV ഫയലിൻ്റെ കസ്റ്റോഡിയൻ വാല്യുവേഷൻ ഓഫീസറാണ്. ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഓഫീസറാണ്. അടുത്തത് ഗഹാൻ വാസ് ഫസ്റ്റ്ലി ഇംപ്ലിമെൻറ്റഡ് ബൈ ഉത്തരം പ്രൈമറി കാർഡ് ബാങ്ക്. 1984 പ്രൈമറി കാർഡ് ബാങ്കാണ് ഗഹാൻ ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഗഹാൻ നമുക്കറിയാം ഡിക്ലറേഷനാണ്. ലോണ് എടുക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ഡിക്ലറേഷനാണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗഹാൻ്റെ ഡിക്ലറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോം നമ്പർ 8A സൊസൈറ്റി ഒരു ഗഹാൻ ഡിക്ലറേഷൻ രജിസ്റ്റർ സൂക്ഷിക്കും. അത് ഫോം നമ്പർ 8 അതുപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ഫോമാണ് ഫോം നമ്പർ 8B. മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ഫോം നമ്പർ 8C ആണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഉത്തരം കേരള ബാങ്ക്. മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം സ്ട്രക്ചറിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷനാണ് കേരള ബാങ്ക്. പ്രൈമറി ലെവലിൽ വരുന്നത് പാക്സ് ആണ്. കേരള ബാങ്ക് നിലവിൽ വന്നത് 2019 നവംബർ 29 ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉദ്ഘാടനം നടന്നത് 2019 ഡിസംബർ 6 ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. ഡാഷ് കമ്മിറ്റി റെക്കമെൻഡഡ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് കമ്മിറ്റി റെക്കമെൻഡഡ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം TA പൈ കമ്മിറ്റി. TA പൈ കമ്മിറ്റിയാണ് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി റെക്കമെൻഡ് ചെയ്തത്. ഫാമേഴ്സ് സർവീസ് സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാനേജിംഗ് ഡയറക്ടറാണ്. എന്നാൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ചീഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറിയാണ്. സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയിൽ നിന്നാണ് മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ സെലക്ട് ചെയ്യുന്നത്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ പാക്സ് ടു. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ പാക്സ് ടു. ഉത്തരം റെഡ്യൂസ് ഓവർ ഡ്യൂസ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്ന നയം പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ ഓവർ ഡ്യൂസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് സൂക്ഷിക്കുന്നത്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചാൽ അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 7%. അതുപോലെ മെമ്പർ റിലീഫ് ഫണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10%. റിസർവ് ഫണ്ട് നോട്ട് ലെസ് ദാൻ 15%. എഡ്യൂക്കേഷൻ ഫണ്ട് നോട്ട് മോർ ദാൻ 5%. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 5%. കോമൺ ഗുഡ് ഫണ്ട് 10%. ഡിവിഡൻഡ് നോട്ട് മോർ ദാൻ 25%. ഇങ്ങനെയാണ് പാക്സിൻ്റെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതുപോലെ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ടേമുകളാണ് ഡബിൾ ലോക്ക് സിസ്റ്റം, ക്രോപ്പ് ലോൺ സിസ്റ്റം, കെട്ടുതെങ്ങ് സ്കീം, ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്നിവ. ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ നിന്നും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.